ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 30-ാമത്തെ ശ്ലോകം. പ്രകൃത്യൈവാച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. സർവശഃ കർമാണി, എല്ലാ കർമ്മങ്ങളും, പ്രകൃത്യ ഏവ ക്രിയമാണാനി, പ്രകൃതി തന്നെയാണ് ചെയ്യുന്നതെന്നും, തഥാ ആത്മാനം അകർത്താരം ച, ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നും, യഹ പശ്യതി, ആര് കാണുന്നുവോ, സഹ പശ്യതി, അവൻ പരമാർത്ഥം കാണുന്നു. പ്രപഞ്ചഘടകങ്ങളിൽ വേറെ വേറെ ആയതുപോലെ കാണപ്പെടുന്ന പ്രപഞ്ചകാരണമായ സത്യത്തെ എപ്പോൾ അവനവൻ്റെ ഹൃദയഗുഹയിൽ ഒരിടത്ത് ശുദ്ധബോധസ്വരൂപമായി തുടർന്നനുഭവിക്കാൻ ഇടയാകുന്നുവോ, ആ ഹൃദയാന്തർഭാഗത്ത് നിന്ന് തന്നെ അപ്പോൾ അത് പ്രപഞ്ചമാകെ വ്യാപിച്ചു നിറയുന്നതായും അനുഭവിക്കാൻ ഇടവരുന്നു. പലതരത്തിലുള്ള മോട്ടോർ വാഹനങ്ങൾ ഓടുന്നുണ്ട്. എല്ലാറ്റിലും നിറച്ചിരിക്കുന്നത് പെട്രോളോ ഡീസലോ ആണ്. എങ്കിലും എല്ലാം ഒരുപോലെയല്ല ഓടുന്നത്. പലതരത്തിലുള്ള ബൾബുകളിലൂടെയും വൈദ്യുതിയാണ് പ്രവഹിക്കുന്നത്. എങ്കിലും എല്ലാം പ്രകാശിക്കുന്നത് ഒരുപോലെയല്ല. പെട്രോൾ ഒന്ന് തന്നെയെങ്കിലും എല്ലാ വാഹനങ്ങളുടെയും എൻജിൻ ഒരുപോലെയല്ല എന്നതാണ് വേഗതയുടെ വ്യത്യാസത്തിന് കാരണം. വൈദ്യുതി ഒന്ന് തന്നെയെങ്കിലും വൈദ്യുതോപകരണങ്ങളെല്ലാം ഒരുപോലെയല്ല. അവയുടെ പ്രകാശത്തിൻ്റെ വൈവിധ്യത്തിന് കാരണം അതാണ്. ഈ ദൃഷ്ടാന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിലെ ആശയം വ്യക്തമാണ്. ബ്രഹ്മാനുഭവത്തിൻ്റെ വ്യക്തമായ ക്രമം ഈ ശ്ലോകത്തിൽ ഋജുവായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു പലരും പല വിധത്തിൽ അവ്യക്തമായി ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട്. ബ്രഹ്മദർശനം ആദ്യമായി നേടേണ്ടത് അവനവൻ്റെ ഹൃദയത്തിലാണ് എന്ന് ഗീത തന്നെ പല ഭാഗത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദൗ ബ്രഹ്മാഹമസ്തീത്യനുഭവ ഉദിതേ ഖലിതം ബ്രഹ്മ പശ്ചാത്. ആദ്യം ഞാൻ ബ്രഹ്മമാണെന്ന അനുഭവമുണ്ടായാൽ തുടർന്ന് ഇക്കാണുന്ന ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിക്കാറാകും എന്നിങ്ങനെ ബ്രഹ്മാനുഭവക്രമം ശങ്കര ഭഗവത്പാദർ തന്നെ ശതശ്ലോകിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വസ്തു പുറമേ നോക്കിയാൽ പ്രപഞ്ചഘടകങ്ങളിൽ വിഭക്തമിവസ്ഥിതം ആണെന്ന് ജ്ഞേയ സ്വരൂപ വിവരണത്തിൽ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്ലോകത്തിൽ ഭൂത പൃഥക് ഭാവം എന്ന പദം കൊണ്ട് ഉപരിതലത്തിലുള്ള ഈ വസ്തുദർശനത്തിൻ്റെ നേരെയാണ് ഭഗവാൻ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഇങ്ങനെ കാണപ്പെടുന്ന വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം തിരയേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. ചിത്തം ശുദ്ധമാക്കി സമാധി അനുഭവത്തിൽ ഹൃദയത്തിൽ ഒരിടത്ത് വസ്തുവിൻ്റെ ബോധാനന്ദഘനമായ ശുദ്ധരൂപം കണ്ട് വ്യുത്ഥാന ദിശയിലും തുടർന്ന് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് വന്നാൽ ഹൃദയഗുഹയിൽ നിന്ന് ആ വസ്തു വിസ്താരം പ്രാപിക്കും. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവിക്കാറാകുമെന്ന് ഭാവം. ഈ വിസ്താരം പ്രാപിക്കൽ എന്താണെന്ന് ഭഗവാൻ 11-ാം അധ്യായത്തിലെ 54-ാം ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 18-ാം അധ്യായത്തിലെ 55-ാമത്തെ ശ്ലോകത്തിലും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭക്തി കൊണ്ട് എന്നെ ശുദ്ധരൂപത്തിൽ അറിയാൻ കഴിയും. എനിക്കെന്തുമാത്രം വലിപ്പമുണ്ട് എന്ന് അറിയാൻ കഴിയും. തുടർന്ന് എൻ്റെ ശുദ്ധമുക്തമായ സ്വരൂപം അനുഭവിച്ച് ഞാനുമായി ഒന്നു ചേരാനും കഴിയും. ഇതാണ് ബ്രഹ്മാനുഭവത്തിൻ്റെ വിസ്താരം പ്രാപിക്കൽ. ബ്രഹ്മാനുഭവത്തിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ പ്രകൃതിയിൽ ഈ അനുഭവ രഹസ്യം തന്നെയാണ് ഈ ശ്ലോകത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നത് എന്ന് കാണേണ്ടതാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹത കൈവരുന്നത് എപ്പോഴാണ് എന്നാണ് ഭഗവാൻ ഇനി പറയുന്നത്. യഥാഭൂത പൃഥക് ഭാവം ഏകസ്ഥമനുപശ്യതി തഥ ഏവ ച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ. ഭൂത പൃഥക് ഭാവം, ഭൂതങ്ങളുടെ വെവ്വേറെയുള്ള ഭാവം, ഏകസ്ഥം, ഒന്നിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും, തഥ ഏവ വിസ്താരം ച, അതിൽ നിന്നു തന്നെ വിസ്താരമായതാണെന്നും, യഥാ അനുപശ്യതി, എപ്പോൾ കാണുന്നുവോ, തഥാ ബ്രഹ്മ സമ്പദ്യതേ, അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. അല്ലയോ അർജുന, ഒരഴിവുമില്ലാത്ത സർവവ്യാപിയായ ഈ പരമാത്മാവ് ആദിയില്ലാത്തതായതുകൊണ്ടും നിർഗുണമായതുകൊണ്ടും ദേഹങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോഴും ഒന്നും ചെയ്യുന്നില്ല, ഒന്നുമായി കൂടിക്കുഴഞ്ഞ് പോകുന്നുമില്ല.
കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. ഓരോ ആളുടെയും വാസനയ്ക്കനുസരിച്ചാണ് അയാളുടെ കരണങ്ങൾ പ്രവർത്തിക്കുന്നത്. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, സാക്ഷി മാത്രമാണ്. ആത്മസാന്നിധ്യത്തിൽ ഇന്ദ്രിയ മനോബുദ്ധികൾ വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സർവവ്യാപിയും പരിപൂർണനുമായതുകൊണ്ട് ആത്മാവിന് ഒരു ആഗ്രഹവുമില്ല. യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ആത്മാവിന് ഉണ്ടാവാൻ സാധ്യതയില്ല. കാമമില്ലെങ്കിൽ പിന്നെ കർമ്മവുമില്ലല്ലോ. ജീവാത്മാവ് സ്വന്തം ദേഹത്തിനുള്ളിലാണ് ആദ്യം പരമാത്മാവിനെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ പരമാത്മാവ് എല്ലാ ദേഹങ്ങളിലും സ്ഥിതി ചെയ്യുന്നു എന്ന് വന്നു. ദേഹങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ദേഹങ്ങളുമായോ അവയുടെ കർമ്മങ്ങളുമായോ പരമാത്മാവ് ബന്ധപ്പെടുന്നില്ല. പരമാത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നുമായും കൂടിക്കുഴയുന്നുമില്ല. ഇത് യുക്തിക്ക് എങ്ങനെ നിരക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള യുക്തിയാണ് പരമാത്മാവ് അനാദിയാണ്, നിർഗുണമാണ് എന്ന രണ്ട് കാരണങ്ങളും. ജഗത്തിൻ്റെ പരമകാരണം മനനം ചെയ്തറിയാൻ കഴിവുള്ളവർക്ക് മാത്രമാണ് ഈ യുക്തി ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ശക്തിസ്പന്ദനം മുതൽ ശുദ്ധജഡം വരെ കാണപ്പെടുന്ന ഈ ജഗത്ത് ഉണ്ടായി മറയുന്ന കാഴ്ചകൾ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഇവയ്ക്ക് പൊന്തി വരാനും നിലനിൽക്കാനും തിരിച്ചു മറയാനും ഒരു പരമകാരണം കൂടിയേ കഴിയൂ. ആ പരമകാരണം മറ്റൊന്നിൽ നിന്ന് പൊന്തി വരുന്നതോ അല്പകാലം ഉള്ളതുപോലെ നിന്നിട്ട് തിരിച്ചു മറയുന്നതോ ആകാൻ പറ്റില്ല എന്ന് തീർച്ചയാണ്. അതിനീ മാറ്റങ്ങൾ ഉണ്ടെന്ന് വന്നാൽ അതിനൊരിക്കലും പരമകാരണത്വം സംഭവിക്കുകയില്ല. പ്രപഞ്ചത്തിൻ്റെ അങ്ങനെയുള്ള പരമകാരണമാണ് ശുദ്ധ ബോധസ്വരൂപമായ ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മത്തിന് പരമകാരണത്വം തീർച്ചയായാൽ അത് അവ്യയമാണ്, അനാദിയാണ്, നിർഗുണമാണ് എന്നും തീർച്ച. ഒരഴിവുമില്ലാത്ത സ്ഥിതിയാണ് അവ്യയത്വം. അത് കേടുവന്ന് അഴിഞ്ഞുപോയാൽ ഈ പ്രപഞ്ചം പിന്നെ എവിടെ ആവർത്തിച്ച് പൊന്തിമറയും? അത് മറ്റൊന്നിൽ നിന്ന് ജനിച്ചില്ല, അതാണ് അതിൻ്റെ അനാദിത്വം. അത് മറ്റൊന്നിൽ നിന്ന് ജനിച്ചതാണെന്ന് പറഞ്ഞാൽ അതിന് കാരണമായി മറ്റൊന്നുമുണ്ടെന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണമായി വേറെ ഒന്നും കൂടി പറയേണ്ടതായി വരും. അങ്ങനെയായാൽ അത് പരമകാരണമല്ലാതാകും. അല്ലാതായിക്കോട്ടെ എന്നാണെങ്കിൽ ബോധവസ്തുവിനെ ജനിപ്പിക്കുന്ന നാശമില്ലാത്ത മറ്റൊന്നിനെ ആർക്കും ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ബോധത്തിൻ്റെ നിശ്ചലവും ശുദ്ധവുമായ സമ്പൂർണ്ണ രൂപം ആവർത്തിച്ച് അനുഭവിച്ചുറപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മം അനാദിയാണ്, അവ്യയവും അനാദിയുമാണെന്ന് വന്നാൽ നിർഗുണമാണെന്ന് പിന്നെ പറയേണ്ടതില്ല. ഉണ്ടായി വികാരപ്പെട്ട് മറയുന്നവയാണ് സത്വരജസ് തമസ്സുകളെന്ന മായാഗുണങ്ങൾ. പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ ജഡദൃശ്യങ്ങളും ഈ ത്രിഗുണങ്ങളുടെ പല അളവിലുമുള്ള കൂടിക്കലർപ്പുകൾ മാത്രമാണ്. ഉണ്ടായി മറയുന്ന ഈ ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാകാത്തതും മറയാത്തതുമായ വസ്തുവിനെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. വികാരപ്പെടുത്തലല്ലേ ബാധിക്കൽ എന്ന സംശയം വന്നാൽ ഉണ്ടാവുകയും അഴിയുകയുമല്ലേ വികാരപ്പെടൽ, അങ്ങനെയും വരാമല്ലോ. അതുകൊണ്ട് പരമാത്മാവ് നിർഗുണമാണ്. ഇത്രയുമായാൽ ഇനി പരമാത്മാവ് ഏത് ദേഹത്തിലാണ് സ്ഥിതി ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് ആ ദേഹത്തിൽ സ്ഥിതി ചെയ്തോട്ടെ. അതൊന്നും ചെയ്യുന്നില്ല, അതൊന്നുമായും കൂടി കലരുന്നുമില്ല. കർമ്മം എന്ന് പറഞ്ഞാൽ ജനിക്കലും വികാരപ്പെടലും മറയലുമാണ്. അത് പരമകാരണമായ പരമാത്മാവിനെ പറ്റുകയില്ല. കൂടിക്കുഴയൽ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടലാണ്. ബന്ധപ്പെടൽ വികാരമാണ്, അതും പരമാത്മാവിന് പറ്റുകയില്ല. അപ്പോൾ പ്രപഞ്ചവും പരമാത്മാവുമായുള്ള ബന്ധമെന്താണ്? കാനൽ ജലവും മരുഭൂമിയുമായുള്ള ബന്ധം പോലെ, അത്രമാത്രം.